ഞണ്ട എന്താണ് പറയണ്ട ആവശ്യമില്ല. വലിയ കൊഞ്ചും ആദ്യം ലോബ്സ്റ്റർ അടിപൊളി നീല കളറിലുള്ള ഞണ്ട് കൂന്തല് അതുണ്ടാവും. ഒരു മിനിറ്റാ अभी फोटो बनाओ एक अभी फोटो बनाओ इधर आओ इधर इधर फोटो इधर देखो इधर हाँ ये मामा के साथ हो सामने ये ऐसा बनाओ ऐसा अच्छा ये क्या है हमूर हमूर हाँ आईकुरा आईकुरा तुम्हारा बनाओ ना मैडम രണ്ട് പോലെ ആയിക്കൂറ ആയിക്കൂറ എന്ന് പറഞ്ഞാൽ കിങ്ഫിഷ അവിടെ സ്രാവ് ഷാർക്ക് സാധനങ്ങൾ അല്ലേ? ആ മത്തിയല്ലേ ഇത് മത്തി നോക്കാം അല്ല അല്ലേ? മത്തീനെന്താ പറയാ? അത് മത്തി അല്ലേ? സ്മോൾ മത്തിയേ സ്മോൾ മത്തി വലിയതല്ലേ? नहीं मुझे स्मॉल मत्ती चाहिए ये स्मॉल स्मॉल वाला स्मॉल स्मॉल देगा इसमें पिकल करने के लिए स्मॉल ढूंढ के देगा इसमें से दे रहा मैं आऊँगी होता है आईकुर है हमूर है चेहरा है അമ്മ കൺഫ്യൂഷൻ ആയാ സ്കൂള് മറ്റേ പ്ലേ ഏരിയയിൽ വിട്ട പോലെ അച്ഛമ്മേനോട് അച്ഛനൊക്കെ കൺഫ്യൂഷനായി എന്താ ഉണക്കമീൻ അച്ഛനോട് പോയി അപ്പൊ ഇങ്ങനെ ഞങ്ങൾ നടന്ന് കണ്ടോണ്ടിരിക്കുകയാണ്. അതിനുശേഷം തീരുമാനിക്കുക അവിടെ നിന്ന് വാങ്ങിക്കേണ്ടത്. അച്ഛന്റെ ഉണക്കമീന്റെ സെക്ഷനിലോട്ട് പോയിരിക്കുക. എല്ലാം കഴിഞ്ഞ് ഉണക്കമീനായ എല്ലാം കഴിഞ്ഞ് ഉണക്കമീന്റെ അടുത്തായ എത്തിക്ക് വന്ന ദുബായിന്ന് മീൻ വെച്ച് നാട്ടിൽ കൊണ്ടുപോകണല്ലേ അച്ഛാ? ഇടമുട്ടൊക്കെ എടുത്തിരുത്തി പണിയാട്ടമാണ് വാഴപ്പുള്ളി അമ്പലം ഇല്ലേ? ഇപ്പൊ എന്താ ചെയ്യണേ ആക്ച്വലി നമ്മുടെ സാധാരണ ഇത് ചെമ്മീൻ പരിപ്പ് എന്ന് പറഞ്ഞാൽ ചെമ്മീൻ വെറുതെ ദശ മാത്രമായി ശരി. വേവിച്ചിട്ടല്ലേ വെറുതെ ഉണക്കിയിട്ടാ നല്ല സുഗന്ധമാണ് മക്കളെ. ഇവിടെ നല്ല സുഗന്ധമാണ്. മീൻ കഴിക്കാത്ത എനിക്ക് അൺസൈറ്റബിൾ ആണ്. പക്ഷെ എന്താ ചെയ്യാ? നീ വാങ്ങിയില്ലേ എന്തിനാ വേണം? നിനക്ക് വല്ല വേണം? വേണേ വാങ്ങിച്ചോ, ഉണ്ടാക്കി തരാം. അയില അല്ലേ? അയില വാങ്ങിച്ചാച്ച. ഉണക്കയില ഉണ്ട്. ഉണക്കയില എവിടെ? അതല്ലേ നല്ല നോക്കി ഇവിടെ വന്നപ്പോ കുറെ പരിചയക്കാരെ കണ്ടു കേട്ടോ. ഇവിടെ വന്നു എന്നിട്ടാ ഈ മീനിന്റെ പേരൊന്നും അറിയില്ല കേട്ടോ. മീനെ കുറിച്ച് വലിയ അറിവില്ലാത്ത ഒരാളാണ് ഞാൻ.
കരിമീനുണ്ട്. കരിമീൻ മേടിക്കാം. കരിമീൻ വലുതാണ്. ഭയങ്കര സുഗന്ധം. മീൻ കഴിക്കാൻ തന്നെ പോലെ ആൾക്കാരൊക്കെ വരാൻ പറ്റുന്നു. പക്ഷെ കമ്പാരിറ്റീവ്ലി ഭയങ്കര അടിപൊളി ചെയ്തിട്ടുണ്ട്. വലിയ സ്ഥലത്ത് കംപ്ലീറ്റ് മീനുകൾ, വലിയതും ചെറുതൊക്കെ ആയിട്ടുള്ള മീനുകൾ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ക്ലീനൊക്കെ തന്നെയാണ്. ക്ലീനിങ് ഏരിയയിലുമാണ്. കാണിച്ചെടുക്കുകയാണെങ്കിൽ അവിടെ ഉണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വന്ന് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചിട്ട് പോകാൻ പറ്റുന്ന അടിപൊളി സ്ഥലം. എന്താ പേര്? എന്താ പേര്? എന്റെ പേര് അനീഫ. അനീഫ. മലപ്പുറം. എത്ര നാളായി ഇവിടെ? ഇവിടെ കുറെ വർഷമായി. പഴയ മാർക്കറ്റായിരുന്നു പോകുന്നുണ്ട്. പഴയ മാർക്കറ്റിൽ ഞാൻ കുവൈറ്റിൽ കുറെ വർഷം ഉണ്ടായിരുന്നു. ഇവിടെ വന്നതിൽ ഞാൻ തുടങ്ങി വരുന്നു. യൂട്യൂബിലുണ്ടെന്ന് ഒരാളിങ്ങനെ പറഞ്ഞു. അപ്പൊ കാണാ എല്ലാവരും പറയാ. ഫിഷ് മാർക്കറ്റിന്റെ പുറത്തോട്ട് നമ്മൾ നടക്കുകയാണ്. പുറത്ത് കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. Car was received within 5 minutes of arrival and go ahead and proceed. ഇതാണ് നമ്മളുടെ ബാക്ക് സൈഡ്. Person who was attending to me, which was super. Yeah, and then അവിടെ എനിക്ക് കരിക്ക് 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 ഞാൻ കരിക്ക് വാങ്ങിക്കാനാണ് ഇവരുടെ കൂടെ വന്നത് കേട്ടോ. മീൻ വാങ്ങിക്കാനല്ല. ഇവിടെ വരെ വന്നത് മീൻ മാർക്കറ്റിലേക്ക്. മീൻ മാർക്കറ്റിലേക്ക്. കാരണം മീൻ മാർക്കറ്റിലാണ് നല്ല കരിക്കുന്നത്. ഒരുപാട് പേര് എനിക്ക് പറഞ്ഞല്ലോ. നല്ല സ്ഥലമല്ലേ വേണം. ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചാലും ഇവിടെ പുറത്ത് മീൻ്റെ മണമൊന്നുമില്ല. നല്ല പരിപ്പും ചോറും ഒക്കെ. വൈകിട്ടത്തൊക്കെ തുറക്കും. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പച്ചക്കറി മാർക്കറ്റ്. അപ്പോൾ കരിക്കുണ്ടോ നോക്കിയിട്ട് വരാം കേട്ടോ. അവിടെ കരിക്ക കുറേ നാളായി. പുഡിങ് വേണം എന്ന് പറഞ്ഞു. കരിക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പുഡിങ്ങിൻ്റെ ആവശ്യമായിരുന്നത്. എനിക്ക് ഒരെണ്ണം കാണിച്ചിട്ടോ. അതെവിടത്തെയാ? നാട്ടിലത്തെയാ? ശ്രീലങ്കയാ? ആ അതൊരു പാക്ക് ആ കറക്റ്റ് അല്ലേ? ആ വെരി ഗുഡ്. ആ അപ്പം നമുക്കൊരു 5 പീസ് കിട്ടാം. കുടിച്ച് കട്ട് ചെയ്ത് തിന്ന് പരീക്ഷിച്ചിട്ട് കൊണ്ടുപോയാൽ സാധാരണ പാക്ക് ചെയ്യാൻ പറ്റില്ല. അതന്നെ അല്ല ഒരു ബോക്സിൽ ഫുള്ളായിട്ട് വരില്ല. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പൊട്ടിച്ചിട്ട് തരാം. 5 പീസ്. ഇതിപ്പോഴും നല്ല നല്ല ജ്യൂസി ആയിട്ടുള്ള ജ്യൂസ്. ഇതിനെത്രയാ? 40 റംസ് കിലോ കഴിച്ചു നോക്കി. ഒരു കിട്ടോ ഈന്തപ്പഴം വാങ്ങിക്കണം. 1 കിലോ വാങ്ങിക്കണം. ഒരു കിലോ 40 റംസ്. എന്ത് എന്ത് പണി? അതല്ലേ, അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടല്ലേ. ഫുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ജാൻ ചേട്ടൻ എൻ്റെ പാവം 6 കരിക്ക് താങ്ങി പിടിച്ച് നടക്കുന്നു. അതിൻ്റെ ബുദ്ധിമുട്ടിലാണ്. ആ ഇത് മീൻ മേലെ ഇതൊക്കെയാണ് നമ്മുടെ ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ. കണ്ടപ്പറിയാം ഫിഷ് മാർക്കറ്റാണ്. ചെല്ലുമ്പോൾ ഫിഷ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ പോവാം. എവിടെയാണ് ക്ലീൻ ചെയ്യാൻ പോയില്ലേ? അപ്പോൾ മുട്ടിൽ എന്തായി? അതിൽ വെക്കണം. ഡേറ്റ്സ് എന്ത് നല്ല ചക്ക പോലത്തെ തലയിലായിരുന്നുണ്ട്. അപ്പൊ ടാറ്റ ബൈ ബൈ പറയാണ് നമ്മള്.
അവിടെയല്ലേ ക്ലീനിങ്? ആ അവിടെ ചുരുക്കം പറഞ്ഞ ഹാപ്പിയായി. അതിന്റെ വ്യത്യാസം തന്നെ. അതല്ല ഫ്രീസറിൽ സ്ഥലം ഉണ്ടോന്നുള്ള എന്റെ സംശയം ഇപ്പോ.